അതെ കോടതി ഇന്ന് അനുവദിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. മറ്റ് കുറച്ച് നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് DIG മോണിറ്റർ ചെയ്യണം ഈ അന്വേഷണം, പിന്നെ പീരിയോഡിക്കലായിട്ട് ഇംപ്രൂവ്മെന്റ്സ് അറിയിക്കണം. ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ കാരണങ്ങളറിയില്ല, വിധി വന്ന ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായ വിധിയുടെ കോപ്പി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് CBI അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും. തുടർ നടപടിയിലേക്ക് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതിക്ക് കൂടി ബോധ്യപ്പെടണം, കേസ് പേരടക്കം പരിശോധിച്ച ശേഷം തീരുമാനം പറഞ്ഞിരുന്നു. അതെ, എല്ലാം വിശദമായി വിധിയുടെ പകർപ്പെടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ബോധിപ്പിക്കാൻ കഴിഞ്ഞു. അല്ല, നമ്മൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം കൂടി വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, ആ അന്വേഷണം നടക്കുന്ന അവരുടെ നിർദ്ദേശമാണ്. ഞങ്ങൾ തൃപ്തി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല. കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോവും. അപ്പലേറ്റ് കോടതിയെ സമീപിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ നീക്കം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിലിപ്പം നേരത്തെ പറഞ്ഞു CBI കേസെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ സർക്കാർ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും തങ്ങൾ വരുത്തുന്നില്ലെന്നായിരുന്നു സർക്കാർ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് കോടതി കൂടി അംഗീകരിക്കുന്ന ഒരു നിലപാടിൽ കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പൊ വിധി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ വിധിയുടെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോറൻസിക് വിദഗ്ധരടക്കം സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു ഹാങ്ങിങ് തന്നെ, മർഡർ തന്നെയാണ്. മർഡർ അല്ല, ഹാങ്ങിങ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ എങ്ങനെയാണ് കൂടുതൽ കാര്യം ബോധിപ്പിക്കാൻ കഴിയുന്നത്? നമുക്കിത് എല്ലാം പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്തെ ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ. എന്തോ സംതൃപ്തമല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ നൽകാൻ തന്നെ തീരുമാനം.